ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിൽ തൊഴിലുടമയിൽ നിന്നും ഒളിച്ചോടി പോവുകയോ ഒളിച്ചോടി പോയവർക്കും ഇത്തരത്തിൽ തൊഴിലുടമ വ്യാജ പരാതി രജിസ്റ്റർ ചെയ്തവർക്കും തങ്ങളുടെ വിസ സ്റ്റാറ്റസ് ശരിയാക്കാൻ സൗദി അറേബ്യ അവസരം നൽകുന്നു. എന്നാൽ ഈ ആനുകൂല്യം വീട്ടുവേലക്കാരുടെ വിസയടക്കം വ്യക്തിഗത വിസയിലുള്ളവർക്ക് ലഭിക്കില്ല. ഡിസംബറിന് മുമ്പേ തൊഴിലുടമയെ വിട്ട് ചാടിപ്പോയതായി സ്പോൺസർക്ക് പരാതിപ്പെട്ടവർക്കാണ് പദവി ശരിയാക്കാൻ അവസരം നൽകിയിട്ടുള്ളത്. എന്നാൽ അടുത്ത വർഷം ജനുവരി 29 മുമ്പ് ഈ ആനുകൂല്യം ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ഒരു തൊഴിലാളി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും തൊഴിൽ കരാർ റദ്ദാക്കിയാൽ 60 ദിവസത്തിനകം ഫൈനൽ എക്സിറ്റ് നേടി നാട്ടിലേക്ക് പോകണം. അതല്ലെങ്കിൽ മറ്റൊരു തൊഴിലുടമയെ കണ്ടെത്തി സ്പോൺസർഷിപ്പ് മാറണം എന്നതാണ് നിയമം. അല്ലാത്ത പക്ഷം ജോലി സ്ഥലത്ത് നിന്നും ഒളിച്ചോടിയതായി രേഖപ്പെടുത്തും. ഇങ്ങനെ ഹുറൂബിൽ ഉള്ളവർ മറ്റൊരിടത്ത് ജോലി ചെയ്യാനും വിസ മാറാനും ഇതുവരെ വിലക്കുണ്ടായിരുന്നു. അത്തരക്കാർക്ക് വിസ മാറാനുള്ള അവസരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. വിസ മാറ്റത്തിന് അവസരം നൽകിയിട്ടുണ്ടെന്ന് സൗദിയിലെ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. വീട്ടുജോലിക്കാരല്ലാത്തവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. ഹുറൂബായവർക്ക് സൗദി തൊഴിൽ മന്ത്രാലയത്തിൽ നിന്നും മൊബൈൽ വഴി വിവരം ലഭിക്കും. വിവരം ലഭിക്കുന്നവർ പുതിയ സ്പോൺസറെ കണ്ടെത്തി വിസ മാറാനുള്ള അപേക്ഷ നൽകിയാൽ തൊഴിലുടമയെ മാറ്റിക്കിട്ടും. UAE 53ാമത് ഈദുൽ ഇത്തിഹാദ് ആഘോഷിക്കുന്ന വേളയിൽ ഈ വർഷം അതിമനോഹരമായ കരുമരുന്ന് പ്രദർശനങ്ങളുടെ പരമ്പരയാണ് അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. ഈ വർഷം കൂടുതൽ തിളക്കമാർന്ന ഷോകൾ അബുദാബി വാഗ്ദാനം ചെയ്യുന്നതായി അധികൃതർ അറിയിച്ചു. ഡിസംബർ 2 തിങ്കളും ഡിസംബർ 3 ചൊവ്വയും ഔദ്യോഗിക അവധിയായതിനാൽ മിക്ക താമസക്കാർക്കും ഉത്സവങ്ങളിൽ മുഴുവനായി 4 ദിവസത്തെ നീണ്ട വാരാന്ത്യമാണ് ലഭിക്കുന്നത്. ഈ വർഷം അബുദാബിയിൽ നടക്കുന്ന ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിൽ സാംസ്കാരിക പ്രകടനങ്ങൾ, പരമ്പരാഗത കലകൾ, ആധുനിക വിനോദങ്ങൾ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിസ്മയിപ്പിക്കുന്ന പടക്കങ്ങളും രാത്രി ആകാശത്തെ പ്രകാശിപ്പിക്കുന്ന ഡ്രോൺ ഷോകളിലും പരിപാടി അവസാനിക്കും. അവിസ്മരണീയമായ ദേശീയ ദിനാഘോഷം വാഗ്ദാനം ചെയ്യാൻ യാസ് ഐലൻഡും സാദിയ ദ്വീപും ആവേശകരമായ റൈഡുകൾ മുതൽ സാംസ്കാരിക പ്രകടനങ്ങൾ വരെയുള്ള നിരവധി പ്രവർത്തനങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കും. കുവൈറ്റിൽ അനധികൃതമായ മാർഗങ്ങളിലൂടെ പൗരത്വം നേടിയെടുത്തവരെ കണ്ടെത്തി അവരുടെ പൗരത്വം റദ്ദാക്കുന്ന നടപടി കുവൈറ്റ് ഭരണകൂടം തുടരുന്നു. കഴിഞ്ഞ ദിവസം മാത്രം 3000-ലേറെ പേരുടെ പൗരത്വമാണ് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം വിവിധ കാരണത്താൽ റദ്ദാക്കിയത്. ഇവരിൽ രാജ്യത്തെ പ്രശസ്തരായ 2 സെലിബ്രിറ്റികളും ഉൾപ്പെടുമെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പ്രശസ്ത കുവൈറ്റ് നടനും കലാകാരനുമായ ദാവൂദ് ഹുസൈൻ, അറിയപ്പെട്ട അറബ് ഗായിക നവാൽ അൽ കുവൈറ്റി എന്നിവരുടെ പൗരത്വമാണ് റദ്ദാക്കിയത്. ഇവരുടെ കുവൈറ്റ് പൗരത്വം പിൻവലിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് കുവൈറ്റിന്റെ ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതായി കുവൈറ്റ് ദിനപത്രമായ അൽ ഖബസ് റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ആഴ്ച കുവൈറ്റ് പൗരത്വം റദ്ദാക്കപ്പെട്ട 1758 വ്യക്തികളുടെ പട്ടികയിലാണ് ഈ സെലിബ്രിറ്റികളുടെ പേരും ഉൾപ്പെട്ടിരിക്കുന്നത്. ദേശീയത അന്വേഷണത്തിനുള്ള സുപ്രീം കമ്മിറ്റിയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച ഈ പട്ടിക പ്രസിദ്ധീകരിച്ചത്. എന്നാൽ പൗരത്വം പിൻവലിക്കാനുള്ള കാരണം എന്താണെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടില്ലെന്നും പത്രം വ്യക്തമാക്കി. ഇവരുടെ പൗരത്വം റദ്ദാക്കാനുള്ള തീരുമാനം മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി അയച്ചിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റി ബിരുദമില്ലാത്തവരും 60 വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവരുമായ പ്രവാസി തൊഴിലാളികളുടെ തൊഴിൽ നയങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കുവൈറ്റ് ഭരണകൂടം. പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂടിയായ ആക്ടിംഗ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസുഫ് സൗദ് അൽ സബാഹിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. 60 കഴിഞ്ഞ പ്രവാസികൾക്ക് വർക്ക് പെർമിറ്റുകൾ പുതുക്കുന്നതിന് ഉയർന്ന ഫീസ് ഈടാക്കുകയും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കുകയും ചെയ്യുന്ന വിവാദ നയം ഭരണകൂടം റദ്ദാക്കിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ വർഷം ഏറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കുമൊടുവിൽ കുവൈറ്റിലെ പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവറിന്റെ തീരുമാനം നമ്പർ 294/2023 പ്രകാരം അവതരിപ്പിച്ച നയങ്ങളാണ് ഇപ്പോൾ പരിഷ്കരിച്ചിരിക്കുന്നത്. ഇതുപ്രകാരം 60 വയസ്സ് കഴിഞ്ഞവരും സർവകലാശാല ബിരുദം ഇല്ലാത്തവരുമായ പ്രവാസികൾക്ക് വിസ പുതുക്കാൻ 250 കുവൈറ്റ് ദിനാർ വാർഷിക ഫീസ് ഏർപ്പെടുത്തുകയും ആരോഗ്യ ഇൻഷുറൻസ് പോളിസി നിർബന്ധമാക്കുകയും ചെയ്തിരുന്നു. ഇത് രണ്ടിനും കൂടി പ്രതിവർഷം 900 ദിനാർ വരെയായിരുന്നു വിസ പുതുക്കാൻ പ്രവാസികൾക്ക് ചെലവായിരുന്നത്.
ഏറെക്കാലം 60 കഴിഞ്ഞ പ്രവാസികൾക്ക് വിസ പുതുക്കി നൽകുന്നത് നിർത്തിവച്ച ശേഷമായിരുന്നു ഫീസ് ഈടാക്കി ഇത് തുടരാൻ അധികൃതർ തീരുമാനിച്ചത്. ഇതുപ്രകാരം ആയിരക്കണക്കിന് പ്രവാസി തൊഴിലാളികൾ കുവൈറ്റ് വിട്ടിരുന്നു. അതേസമയം വിസ പുതുക്കുന്നതിനുള്ള ഫീസുകൾ റദ്ദാക്കാനുള്ള തീരുമാനം മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി കുവൈറ്റ് പ്രവാസികൾക്ക് വലിയ ആശ്വാസമാകും. 60 വയസ്സും അതിൽ കൂടുതലും പ്രായമുള്ള പ്രവാസികൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിസ നിയന്ത്രണങ്ങളെ നിശിതമായി വിമർശിച്ച് ആക്ടിംഗ് പ്രധാനമന്ത്രിയും ആഭ്യന്തര പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസുഫ് അൽ സബാഹ് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. അതിനുശേഷമാണ് നിയന്ത്രണങ്ങൾ ലഘൂകരിച്ച് പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ അധികൃതർ നടത്തിയ സുരക്ഷാ പരിശോധനകളിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ 19,024 പ്രവാസികൾ അറസ്റ്റിലായതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. വിസ, തൊഴിൽ, അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിനാണ് ഇത്രയും പേർ സുരക്ഷാ ഏജൻസികളുടെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ പിടിയിലായത്. നേരത്തെ അറസ്റ്റിലായി കരുതൽ തടങ്കലിൽ കഴിയുന്ന 10,537 പ്രവാസികളെ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ സൗദിയിൽ നിന്നും നാടുകടത്തിയതായും അധികൃതർ അറിയിച്ചു. പിടിയിലായവരിലും നാട് കടത്തപ്പെട്ടവരിലും ഇന്ത്യക്കാരായ പ്രവാസികളും ഉൾപ്പെടും. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വിവിധ സുരക്ഷാ ഏജൻസികളുടെ സഹകരണത്തോടെ നവംബർ 21-നും 27-നും ഇടയിലുള്ള ദിവസങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളിലും തൊഴിൽ സ്ഥലങ്ങളിലും വാഹനങ്ങളിലും പ്രവാസികളുടെ താമസ കേന്ദ്രങ്ങളിലും മറ്റും നടത്തിയ പരിശോധനകളിലാണ് ഇത്രയും പേർ അറസ്റ്റിലായത്. കഴിഞ്ഞ ആഴ്ച അറസ്റ്റിലായവരിൽ 11,268 പേർ രാജ്യത്തെ താമസ നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് കഴിയുന്നവരാണെന്ന് അധികൃതർ അറിയിച്ചു. 4,773 പേർ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിനും 2,983 പേർ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിനും പിടിക്കപ്പെട്ടു. അതിർത്തി നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്തേക്ക് അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിച്ചതിന് 1,212 പേരെയാണ് സുരക്ഷാ അധികൃതർ പിടികൂടിയത്. ഇവരിൽ 73% എത്യോപ്യക്കാരും 25% യമനികളും ബാക്കി 2% മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ്. ആവശ്യമായ രേഖകളില്ലാതെ അനധികൃതമായി രാജ്യത്തിന് പുറത്തേക്ക് അതിർത്തികൾ വഴി കടക്കാൻ ശ്രമിച്ച 122 പേരെയും അധികൃതർ പിടികൂടി. നിയമവിരുദ്ധമായി രാജ്യത്ത് കഴിയുന്ന പ്രവാസികൾക്ക് താമസ സൗകര്യം ഒരുക്കുകയും വാഹനങ്ങൾ നൽകുകയും ജോലി നൽകുകയും ചെയ്തതിന് 22 പേരെയും സുരക്ഷാ വിഭാഗം അറസ്റ്റ് ചെയ്തു. അതേസമയം പുതുതായി അറസ്റ്റിലായവരെ കൂടാതെ 24,107 പ്രവാസികൾ വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ നിയമ നടപടികൾ നേരിടുന്നതായും അധികൃതർ അറിയിച്ചു. ഇവരിൽ 21,176 പുരുഷന്മാരും 2,931 പേർ സ്ത്രീകളുമാണ്. ഇവരിൽ 15,970 പേരെ നാട്ടിലേക്കുള്ള യാത്രാരേഖകൾ ശരിയാക്കുന്നതിനായി ബന്ധപ്പെട്ട നയതന്ത്ര കാര്യാലയങ്ങളിലേക്ക് റഫർ ചെയ്തിട്ടുണ്ട്. 2,633 പേർക്ക് അവരുടെ യാത്രാ ബുക്കിംഗ് അന്തിമമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. അതേസമയം നിയമലംഘകരെ സഹായിക്കുകയോ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ സൗകര്യം നൽകുകയോ യാത്ര ചെയ്യാൻ വാഹനം നൽകുകയോ താമസത്തിന് സൗകര്യം ഒരുക്കി നൽകുകയോ ജോലി നൽകുകയോ ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഇത്തരം കുറ്റങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് 15 വർഷം വരെ തടവും 1 ദശലക്ഷം റിയാൽ വരെ പിഴയുമാണ് ശിക്ഷ ലഭിക്കുക. അതിനു പുറമെ ഈ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ച വാഹനങ്ങളും കെട്ടിടങ്ങളും നിയമ നടപടിക്ക് വിധേയമാക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.